ഹലോ, ഐ ആം സേനുഷാൻ. വെൽക്കം ടു ദി വീഡിയോ. ഇന്ന് നമ്മൾ ചുരിദാർ ടോപ്പിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആദ്യം അതിൻ്റെ പാറ്റേൺ നമുക്ക് റെഡിയാക്കാനുണ്ട്. അതിനായി ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഫോൾഡാക്കി മടക്കി വീതിയിൽ നിന്ന് വീതിയിലോട്ട് മടക്കി ഇനി വീണ്ടും നീളത്തിലോട്ട് ഇതുപോലെ മടക്കി ഇടണം കേട്ടോ. നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലാണ് അടയാളപ്പെടുത്തുക. അതിന് മുന്നേയിട്ട് ജസ്റ്റ് ഒരളവ് നമ്മുടെ അടുത്തുകൂടെ എഴുതി വെക്കണം കേട്ടോ. ഫസ്റ്റ് അളവെടുക്കുമ്പോൾ നോട്ട്ബുക്കിലാണ് നമ്മൾ എഴുതി വെക്കുക. അതിനുശേഷം ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ അടുത്ത് വെക്കാനായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതിനായി ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കാം. ആദ്യം എന്താണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ പേര് എഴുതി വെക്കാം. ചുരിദാർ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നപ്പോൾ അതിന് മുന്നേയിട്ട് ചുരിദാർ ടോപ്പ് എന്ന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് അതിന് എന്തെല്ലാം അളവുകളാണ് വേണ്ടത് എന്ന് ഒന്ന് എഴുതി വയ്ക്കാം. മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് എങ്ങനെയാണ്, കഴുത്ത് എങ്ങനെയാണ്, മോഡൽ എങ്ങനെയാണ്, അത് റഫായിട്ടൊരു ചിത്രമൊക്കെ നമുക്കൊന്ന് വരച്ച് വെക്കാം കേട്ടോ. ഫസ്റ്റ് ഫുൾ ലെങ്ത്ത് ഒരു 40 കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. 2 ഇഞ്ച് ലെങ്ത്ത് കൂട്ടണം അങ്ങനെ എഴുതി വയ്ക്കാം. അതായത് എക്സ്ട്രാ ആണ് കേട്ടോ. ഈ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ വീണ്ടും 2 ഇഞ്ച് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം കേട്ടോ. അടുത്തത് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എത്രയാണോ അത്ര എഴുതി വയ്ക്കാം. ബാക്ക് നെക്ക് ലെങ്ത്ത്, നെക്ക് വിഡ്ത്ത്, ഷോൾഡർ, ആം ഹോൾ, കൈക്കുഴി. ആം ഹോൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രസ്റ്റ് വിഡ്ത്ത് വരുന്നത്, അതായത് നെഞ്ചുവണ്ണം കേട്ടോ. നെഞ്ചുവണ്ണം അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കഴുത്ത് ഏത് മോഡലാണോ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. വീനക്കാണെങ്കിൽ അങ്ങനെ വരച്ച് റഫായിട്ടൊരു ടോപ്പിൻ്റെ പിക്ചർ കേട്ടോ വരയ്ക്കാം. ഇതിലെന്തെല്ലാം മോഡൽ വരുത്തണം, സ്ലീവ് എങ്ങനെയാണ്, ഹാഫാണോ 3/4 ആണോ അതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. കട്ടിങ് വേണമെങ്കിൽ കട്ടിങ്ങിൻ്റെ ഒരു വരയും കൂടി കൊടുക്കാം. അപ്പം നമുക്ക് ചിത്രം നോക്കിയാൽ തെറ്റിപ്പോവില്ല. ഇതുപോലെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സിബ് വേണമെങ്കിൽ സിബ് വേണമെന്ന് എഴുതി വയ്ക്കാം. കോളറിനൊക്കെ ആണെങ്കിൽ അത് എഴുതി വയ്ക്കുക. അങ്ങനെ എല്ലാം ഈ പേപ്പറിലാണ് കേട്ടോ. ഇനി ഷേപ്പ് ലെങ്ത്ത്, ഷേപ്പ് വിഡ്ത്ത്, സ്ലിറ്റ് ലെങ്ത്ത്, സ്ലിറ്റ് വിഡ്ത്ത്. ഓക്കെ, ഓപ്പൺ സൈഡ് കേട്ടോ. ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സ്ലിറ്റ് എന്ന് പറയുക. ലാസ്റ്റ് ബോട്ടം റൗണ്ട് ഏറ്റവും താഴെ കേട്ടോ. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത്, സ്ലീവ് വിഡ്ത്ത്, സ്ലീവ് ബോട്ടം റൗണ്ട്. ഈ എല്ലാ അളവുകളും നോട്ട്ബുക്കിൽ എഴുതണം. ഇങ്ങനെ ഒരു പേപ്പറിലും എഴുതി നമ്മുടെ അടുത്ത് തന്നെ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഇത്തിരി വലുതാക്കി ഇതുപോലെ എഴുതാൻ ശ്രമിക്കുക. ഇനി ജസ്റ്റ് നമ്മൾ അളവുകൾ എഴുതി കൊടുക്കുന്നുണ്ട്. റഫായിട്ട് നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അത് എഴുതിയാൽ മതി. ലെങ്ത്ത് 40 + 2 കൂടാതെ വീണ്ടും നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5. അങ്ങനെ എനിക്ക് എത്ര അളവുകളാണ് വേണ്ടത് അതാണ് ഞാൻ എഴുതി വെക്കുന്നത്. ബ്രസ്റ്റ് വിഡ്ത്ത് 44 ആകുമ്പോൾ നമ്മളെ സ്ലിറ്റിൻ്റെ വിഡ്ത്തും ഏകദേശം അത് തന്നെ ആയിരിക്കും കേട്ടോ. കുറയില്ല, എന്തായാലും ഒന്നുകിൽ കറക്റ്റ് അല്ലെങ്കിൽ 1-2 ഇഞ്ച് വ്യത്യാസം വരും. ബോട്ടം റൗണ്ടും സ്ലിറ്റ് വിഡ്ത്തും ഏകദേശം ഒരുപോലെ തന്നെ എടുത്താൽ മതി. എന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരു ഭാഗം കൂടി കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്ലിറ്റ് കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. നമ്മൾ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അളന്ന് വരച്ച് വെട്ടി നോക്കാം. ഓക്കെ, കറക്റ്റായിട്ട് ലെങ്ത്ത് എടുത്തു. ലെങ്ത്തിൻ്റെ കൂടെ മേലെ 1/2 ഇഞ്ച് ഷോൾഡർ കൂട്ടാനായിട്ട് അടയാളപ്പെടുത്താം. താഴെ 1.5 ഇഞ്ച്. പിന്നെ എല്ലാ ക്ലോത്തിലും ഇങ്ങനെയല്ല നമ്മൾ തയ്യൽ തുമ്പ് വരിക കേട്ടോ. കാരണം താഴെ ഇങ്ങനെ ഡിസൈൻ എന്തെങ്കിലുമൊക്കെ ഉള്ള ചുരിദാറാണെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുമ്പോൾ ആ ഡിസൈൻ കുറച്ചിട്ട് വേണം. ഓക്കെ, 1.5 ഇഞ്ചാണ് നമ്മൾ പഠിച്ച് വെച്ചിരിക്കണമെങ്കിൽ ഈ താഴെ ഭാഗത്ത് എന്തെങ്കിലും ഡിസൈനുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് മാത്രമേ നമ്മൾ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ചുരിദാറിന് കഴുത്ത് അതിൽ ഫിക്സഡ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ പുതിയ മെറ്റീരിയലൊക്കെ വരുമ്പോൾ കഴുത്തിൻ്റെ ഡിസൈൻ എല്ലാം ആദ്യമേ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ അളവ് വിചാരിച്ച പോലെ കിട്ടില്ല. ആ ചുരിദാറിൽ എത്രയാണോ ഉള്ള വീതി നീളമൊക്കെ അത് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലൈനിങ് നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യം ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചുരിദാറിന് വെച്ചാൽ തെറ്റിപ്പോവും. അത് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഡിസൈനുള്ള ഡ്രസ്സുകളാണെങ്കിൽ നന്നായി ശ്രദ്ധിക്കാനുണ്ട്. കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ 4 ഭാഗമായി ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. കാരണം ഡിസൈൻ എങ്ങനെയാണോ, ചിലപ്പോൾ ഒരു ഫ്ലവർ ഒരു ചെടിയായിരിക്കും. ഓക്കെ, ചെടിമേ ലീഫ് ഉണ്ടായിരിക്കും.
അതുപോലെ തന്നെ അതിൻ്റെ വേരുകളൊക്കെയുള്ള ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ചിത്രമാണെന്ന് വിചാരിക്കാം. നമ്മൾ ഇങ്ങനെ ഇട്ട് വീണ്ടും ഇങ്ങനെ മടക്കിയിടുമ്പോൾ ചിലപ്പോൾ അത് ഫ്ലവർ താഴെയും വേരൊക്കെ മേലെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കി ലൈനിങ് ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം ഈ നല്ല മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റർ കട്ട് ചെയ്തിട്ട് വേണ്ടി വരും അത് കട്ട് ചെയ്യാനായിട്ട്. അതെല്ലാം ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡിസൈന്. ഓക്കെ, ഇത് പ്ലെയിൻ ടോപ്പ്, നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ മുറിച്ചെടുക്കുന്ന സാധാ പ്ലെയിൻ ടോപ്പിലാണ് നമ്മൾ ഈ അളവുകൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിന് കറക്റ്റ് അരഞ്ച് ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്യാനായിട്ടും താഴെ 1 ഇഞ്ച് അര പ്ലസ് അര മടക്കിയടിക്കാനായിട്ടും നമ്മൾ വിടുന്നുണ്ട്. ഇനി കഴുത്തിൻ്റെ വീതി അടയാളപ്പെടുത്തി വീതിയുടെ പകുതി, അടുത്തത് ഷോൾഡർ, ആം ഹോള്. ഇനി ബസ്റ്റ് വിടുത്ത് ഫുള്ളാണ് 44 കേട്ടോ. നമ്മൾ ശരീരത്തിൽ നിന്ന് അളവെടുക്കുമ്പോൾ ഫുള്ളാണ് എടുക്കുക. ചുരിദാറുമെന്നും ഡ്രസ്സുമെന്നെല്ലാം അളവെടുക്കുമ്പോൾ പകുതിയാണ് കേട്ടോ എടുക്കുക. നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ 44 ആകുമ്പോൾ 4 ഭാഗം, അതായത് 11 + 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കൈക്കുഴി വരച്ചു, 1 ഇഞ്ച് ഷേപ്പ് ചെയ്തു. ഇനി ഷേപ്പ് ലെങ്ത്ത്, സ്ലിറ്റ് ലെങ്ത്ത് എല്ലാം 2 സൈഡിലും അടയാളപ്പെടുത്തണം കേട്ടോ, ഫോൾഡ് ഭാഗത്തും ഓപ്പൺ ഭാഗത്തും. എന്നിട്ട് സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ അളവെടുക്കുന്ന സമയത്ത് തെറ്റിപ്പോകൊന്നുമില്ല. നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇനി ബ്രസ്റ്റ് വിടുത്ത് അടയാളപ്പെടുത്തി. ഷേപ്പ് ഒരു 36 വിടുത്ത്. നമ്മൾ 36 4 ഭാഗം 9 + 1.5 ഇഞ്ച് അവിടെ കൂടുതലായി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ ഒന്ന് വണ്ണം വെക്കുകയൊക്കെ ചെയ്ത് നമുക്കൊന്ന് വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ ഇത്തിരി തയ്യൽ തുമ്പ് നല്ലതാണ് കേട്ടോ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ലിറ്റിൻ്റെ ഭാഗത്ത് കറക്റ്റ് 1 ഇഞ്ച് മാത്രമേ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ കേട്ടോ. അത് അഴിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒത്തിരി പണിയായിരിക്കും പിന്നെ തെറ്റിപ്പോയാൽ. അപ്പോൾ എപ്പോഴും തയ്യൽ തുമ്പ് കറക്റ്റ് 1 ഇഞ്ച്. ഇപ്പോൾ 44 ആണ് നമ്മളുടെ അളവെങ്കിൽ അതിൻ്റെ 4 ഭാഗം 11. ഓക്കെ, 11 + 1 കറക്റ്റ് 12 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കറക്റ്റ് അളവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഇനി കറക്റ്റ് അളവ് അടയാളപ്പെടുത്തി ഇങ്ങോട്ട് 1 ഇഞ്ച് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരച്ചെടുക്കണം. ബാക്കിയുള്ള ബാലൻസ് വേണ്ടാത്തൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ കറക്റ്റ് അളവുണ്ട്, പ്ലസ് സീം എലവൻസും കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി താഴെ നിന്ന് ഇങ്ങനെ, ഇത് പേപ്പർ ആയതുകൊണ്ടാണ് ലെങ്ത്ത് കുറവ്. ചുരിദാറാണെങ്കിൽ താഴോട്ട് ഒത്തിരി ലെങ്ത്ത് ഉണ്ടായിരിക്കും കേട്ടോ. ആദ്യം പേപ്പറിൽ വെട്ടി കറക്റ്റായി നമുക്ക് തുണിയിൽ വരച്ച് കറക്റ്റായിട്ട് വെട്ടാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, പേടിയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റാണ്. ഷേപ്പ് അധികം തോന്നാത്തത് വണ്ണമുള്ള അളവായത് കൊണ്ടാണ് കേട്ടോ. ഇനി അതിനനുസരിച്ച് നമ്മൾ വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ നല്ല ഷേപ്പ് കിട്ടും. വണ്ണമുള്ളവർക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ ശരിക്കും ഷേപ്പൊന്നും അറിയാൻ പറ്റില്ല. പേപ്പറിലായാലും നമ്മൾ അളവെടുക്കുമ്പോൾ സ്കെയിൽ വെച്ചിട്ടാണെങ്കിലും കറക്റ്റ് അളവിൽ തന്നെ വരച്ച് വെട്ടാൻ ശ്രദ്ധിക്കുക. ഇനി കഴുത്ത് അടയാളപ്പെടുത്തി നല്ല ഭാഗത്ത് നല്ല ഭാഗം വെച്ച് അടിക്കുകയാണെങ്കിൽ കഴുത്തിൻ്റെ പെട്ടെന്നുള്ള സ്റ്റിച്ചിങ് കഴിയും. അതല്ലെങ്കിൽ ക്യാൻവാസ് വെക്കാം. വി കഴുത്തിന് എപ്പോഴും നമുക്ക് ക്യാൻവാസ് വെക്കുകയായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ പഠിക്കണ സമയത്ത്, അല്ലെങ്കിൽ അത് ഫിനിഷിങ് കിട്ടാതെ പോവും. ഒരൊറ്റ സ്റ്റിച്ചിങ് മതി, ബാക്കി ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ. ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ വീഡിയോ കൊടുക്കുന്നുണ്ട്. സ്ലിറ്റ് എങ്ങനെയാണ് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ഓക്കെ, ബൈ ബൈ.